ഡൈഎൻസെഫലോൺ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ എന്താണ് വെൻട്രൽ സൈഡിലുള്ള ഒരു പോർഷനാണ് ഡൈഎൻസെഫലോൺ. ബ്രെയിൻ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇതാണ് ബ്രെയിനെങ്കിൽ ഇവിടെ നമുക്കിവിടെ നോക്കിയാൽ ബ്രെയിൻ കാണാം. ഈ ബ്രെയിനിന്റെ ഇതിന് നേരെ താഴെ ഉള്ള പോർഷൻ, ഞാൻ ഈ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്നതിന് നേരെ അടിയിലുള്ള പോർഷൻ, അതിന്റെ വെൻട്രൽ വ്യൂ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഭാഗമാണ് ഡൈഎൻസെഫലോൺ. ഇതാണ് വെൻട്രൽ സൈഡ്. ഇവിടെയാണ് ഡൈഎൻസെഫലോൺ എന്ന് പറഞ്ഞ പോർഷൻ കാണുന്നത്. ഈ ഒരു റീജിയനിലാണ്. ഇതിന്റെ വേറെ ഈ ഡൈഎൻസെഫലോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെൻട്രൽ സൈഡ്. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, തലാമെൻസെഫലോൺ എന്ന് കൂടി പറയാറുണ്ട്. ഇനി ഈ ഡൈഎൻസെഫലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റൂഫ് ഉണ്ട്. റൂഫ് ഓഫ് ദി ഡൈഎൻസെഫലോണിനെ ആന്റീരിയർ കോറോയിഡ് പ്ലെക്സസ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഈ ഡൈഎൻസെഫലോണിന്റെ റൂഫിന് ആന്റീരിയർ കോറോയിഡ് പ്ലെക്സസ് എന്ന് പറയുന്നതിന് ഇത് നെർവ്സ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ബ്ലഡ് വെസൽസ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ നോൺ നെർവസ് ആൻഡ് ഹൈലി വാസ്കുലാർ റീജിയൻ. റൂഫ് ഓഫ് ദി ഡൈഎൻസെഫലോൺ എന്ന് പറയുന്നത് അതിന്റെ മുകൾ തട്ട് ബേസിക്കലി നോൺ നെർവസ് ആണ്, ഹൈലി വാസ്കുലർ ആണ്. ആ പോർഷനെ ആന്റീരിയർ കോറോയിഡ് പ്ലെക്സസ് എന്നാണ് പറയുന്നത്. അതേസമയം വെൻട്രൽ സൈഡ് ഓഫ് ദി ഡൈഎൻസെഫലോൺ, ആ ഡൈഎൻസെഫലോണിന്റെ താഴെയുള്ള പോർഷനെ നമ്മൾ ഹൈപ്പോഫൈസിസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയാണ് ഡൈഎൻസെഫലോണിനെ കുറിച്ച് ഉള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഡൈഎൻസെഫലോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡൈഎൻസെഫലോണിന്റെ ഇവിടെ റൂഫ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് എപ്പിതലാമസ്. ഇവിടെ എപ്പിതലാമസ് എന്ന് പറയുന്ന ഒരു ഇവിടെ പോയില്ല ഡൈഎൻസെഫലോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് കാണിച്ചിരിക്കുന്നത് ഡൈഎൻസെഫലോൺ എന്ന് പറയുന്ന ഭാഗം. ദിസ് ഇസ് ഡൈഎൻസെഫലോൺ. ഇതിന്റെ ഈ റൂഫ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ ആന്റീരിയർ കോറോയിഡ് പ്ലെക്സസ്. താഴെ ഉള്ള റീജിയൻ ആണ് ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഹൈപ്പോഫൈസിസ്, വെൻട്രൽ സൈഡ് ഓഫ് ദി ഡൈഎൻസെഫലോൺ. അവിടെ നമ്മൾ കാണുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതാണ് ഹൈപ്പോഫൈസിസ്. കണ്ടോ, ഈ ഹൈപ്പോതലാമസ് അതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഹൈപ്പോഫൈസിസ്. ഇങ്ങനെയാണ് ഒരു ഡൈഎൻസെഫലോണിന്റെ ഒരു പ്രത്യേകത. ഇനി ഡൈഎൻസെഫലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പോഫൈസിസിനോട് കൂടെ തന്നെ വളരെ ചെറിയ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും നമുക്ക്, വിച്ച് ഇസ് നോൺ ബൈ ദി പിറ്റ്യൂട്ടറി ബോഡി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പിറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാൻ പറ്റും. അതിന്റെ അകത്ത് കാണിച്ചിട്ടില്ല, അവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഈ ഒരു ഭാഗത്താണ്, ഇതാണ് ഹൈപ്പോതലാമസിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ഭാഗമാണ് പിറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അടങ്ങിയിരിക്കുന്നതാണ് പിറ്റ്യൂട്ടറി ബോഡി. ഇതാണ് ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ ഡൈഎൻസെഫലോണിന്റെ വെൻട്രൽ സൈഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. ഇനി അതുകൂടാതെ മറ്റൊരു സംഭവം കൂടി ഉണ്ട്. ഈ പിറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് രണ്ട് സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ടാണ്. ഒന്ന് ഇൻഫണ്ടിബുലം ആൻഡ് രണ്ടാമത് ഹൈപ്പോഫൈസിസ്. നിങ്ങൾക്ക് നോക്കിയാൽ ഇൻഫണ്ടിബുലവും ഹൈപ്പോഫൈസിസും നിങ്ങൾക്ക് കാണാൻ പറ്റും. വൺ ഈസ് ഹൈപ്പോഫൈസിസ്, ദിസ് ഈസ് ഹൈപ്പോഫൈസിസ്. രണ്ടാമത്തെ ഇൻഫണ്ടിബുലം എന്ന് പറഞ്ഞൊരു പോർഷനും കൂടിയുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗമാണ്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്താണ് പിറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം. അപ്പൊ പിറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ ഇൻഫണ്ടിബുലം വരുന്നുണ്ട്, ഇൻഫണ്ടിബുലം പ്ലസ് ഹൈപ്പോഫൈസിസ്, അതിനെയാണ് പിറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ദെൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇൻഫണ്ടിബുലം അവിടെ ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഒപ്റ്റിക് കയാസ്മ ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റത്തില്ല, വേറൊരു പിക്ചറിൽ ഒപ്റ്റിക് കയാസ്മയെ കാണാം. ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ട് ഒപ്റ്റിക് നെർവ്സ്, ഇതാണ് ഒപ്റ്റിക് ലോബ്. ഒപ്റ്റിക് ലോബിന്റെ സെൻട്രലായിട്ട് രണ്ട് ഭാഗത്തുനിന്നും വരുന്ന നെർവ്സ് മീറ്റ് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമുണ്ട്. ആ റീജിയനെയാണ് നമ്മൾ ഒപ്റ്റിക് കയാസ്മ. ഇത് ആക്ച്വലി ബേഡ്സിന്റെ ഒരു ബ്രെയിനിന്റെ വ്യൂ ആണ്. പക്ഷെ ഞാൻ അതിന്റെ ആ ഒപ്റ്റിക് കയാസ്മ കാണിക്കാൻ വേണ്ടിയാണ് ഈ പിക്ചർ വെച്ചിരിക്കുന്നത്. ഇതിനാണ് ഒപ്റ്റിക് കയാസ്മ എന്ന് വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത്രയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്തത് വേറൊരു പോയിന്റ് കൂടി പറഞ്ഞിരുന്നു. ഡൈഎൻസെഫലോൺ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റി ഓഫ് ദി ഡൈഎൻസെഫലോൺ, ക്യാവിറ്റി ഓഫ് ദി ഡൈഎൻസെഫലോൺ നമ്മൾ വിളിക്കുന്ന പേര് ഡയാസീൽ ഓർ തേർഡ് വെൻട്രിക്കിൾ എന്നാണ്. തേർഡ് വെൻട്രിക്കിളിന്റെ പിക്ചർ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. ചിലപ്പോ തേർഡ് വെൻട്രിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അതിനകത്തുണ്ട്. ഇവിടെ തേർഡ് വെൻട്രിക്കിൾ ഉണ്ട്. ഇവിടെ തേർഡ് വെൻട്രിക്കിൾ, ദിസ് ഈസ് ദ തേർഡ് വെൻട്രിക്കിൾ.
ഇവിടെയാണ് ഡയൻസെഫലോൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ക്യാവിറ്റി. ഈ ഒരു ക്യാവിറ്റിനെ വിളിക്കുന്ന പേരാണ് തേർഡ് വെൻട്രിക്കിൾ എന്നാണ് നമ്മൾ പറയുന്നത്. തേർഡ് വെൻട്രിക്കിൾ. ഇനി ഡയൻസെഫലോണിന്റെ റൂഫ് ഓഫ് ദ ഡയൻസെഫലോൺ, അവിടെ റൂഫ് ഓഫ് ദ ഡയൻസെഫലോൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ് റൂഫ് ഓഫ് ദ ഡയൻസെഫലോൺ ആന്റീരിയർ കോറോയിഡ് പ്ലക്സസ് എന്ന് പറഞ്ഞു. അതുപോലെ ഈ തേർഡ് വെൻട്രിക്കിളിന്റെ റൂഫ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിതലാമസ്. ദിസ് ഈസ് നോൺ ആസ് ആൻഡ് ദ ഫ്ലോർ ഈസ് നോൺ ആസ് ഹൈപ്പോതലാമസ് ആൻഡ് ദ ലാറ്ററൽ സൈഡ് ഈസ് നോൺ ആസ് ഒപ്റ്റിക് തലാമി. ഇങ്ങനെ 3 സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്ന് ഇതാണ് ഇതിന്റെ ഈ മുകളിൽ വരുന്ന ഈ റീജിയന് എപ്പിതലാമസ് എന്നും സൈഡിൽ വരുന്നതിന് ഒപ്റ്റിക് തലാമി എന്നും ഈ ലോവർ പോർഷനിൽ വരുന്നതിന് നമ്മൾ ഹൈപ്പോതലാമസ് എന്ന രീതിയിലാണ് വിളിക്കുന്നത്. കേട്ടോ, എപ്പിതലാമസ്, ഹൈപ്പോതലാമസ്, ഒപ്റ്റിക് തലാമി, ഇതെല്ലാം തേർഡ് വെൻട്രിക്കിൾ അഥവാ ഡയാസീൽ എന്ന് പറയുന്നതിനെ ബേസ് ചെയ്താണ്. ഡൈഎൻസെഫലോണിന്റെ വെൻട്രിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ടൈപ്പ് ഓഫ് ഈ വെൻട്രിക്കിൾസിനെ എല്ലാം തന്നെ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. അതാണ് എപ്പിതലാമസ്, എന്താണ് നെക്സ്റ്റ് എന്താണ് ഹൈപ്പോതലാമസ്, മൂന്നാമത് ഒപ്റ്റിക് തലാമി. എപ്പിതലാമസ് അപ്പർ സർഫസ് റൂഫ് വരുന്നു, ഹൈപ്പോതലാമസ് ലോവർ സൈഡ് വരുന്നു, ഒപ്റ്റിക് തലാമി സൈഡിലും വരുന്നു. ഇത്രയാണ് ഈ ഹൈപ്പോതലാമസിന്റെ എപ്പിതലാമസിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഈ എപ്പിതലാമസിന്റെ ഒരു ഡയൻസെഫലോണിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഡയൻസെഫലോണിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോള്, നമ്മുടെ റിപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന്റെ കൺട്രോൾ, ഇതെല്ലാം ഡൈഎൻസെഫലോൺ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ പ്രോട്ടീൻ മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഇതിന്റെ കാര്യത്തിലും ഡൈഎൻസെഫലോൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഞാനത് ശരി കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ മിഡ് ബ്രെയിനെ കുറിച്ചാണ് പറയുന്നത്. മിഡ് ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ മിഡ് ബ്രെയിൻ പ്രധാനമായിട്ടും എന്താണ് ഇസ് ലാർജ്ലി കവേർഡ് ബൈ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. കാരണം മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന് താഴെയായിട്ടാണ് കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മിഡ് ബ്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഇതിന്റെ ഒരു വ്യൂ നോക്കിയാൽ ഉണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡോർസൽ, ബേഡ്സിന്റെ ആണ്. ഇപ്പോഴത്തെ റാബിറ്റിന്റെ തന്നെ കേസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ബ്രെയിൻ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, മുകളിൽ നോക്കണം. ഇതാണ് കണ്ടോ, ഈ ഒരു ഭാഗത്താണ്, ഇതിന് നേരെ താഴെയായിട്ടാണ് ഈ മിഡ് ബ്രെയിൻ എന്ന് പറയും. കോർപ്പറ, കോഡ്രി, ജമൈന ഒക്കെ എന്നൊക്കെ പറയുന്നത് മിഡ് ബ്രെയിന്റെ ഭാഗമാണ്. കാരണം അത് ഏകദേശം സെറിബ്രൽ ഹെമിസ്ഫിയർ കൊണ്ട് കവർ ചെയ്ത് അല്ലെങ്കിൽ അതിന് താഴെയായിട്ടാണ് മിഡ് ബ്രെയിൻ നിൽക്കുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മിഡ് ബ്രെയിൻ കാണാൻ പറ്റത്തില്ല. അപ്പൊ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മിഡ് ബ്രെയിനിലെ 2-3 പാർട്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും മിഡ് ബ്രെയിനിൽ വരുന്നത് കോർപ്പറ, കോഡ്രി, ജമൈന എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ്. അതായത് ഒപ്റ്റിക് ലോബ്. ഈ ഒപ്റ്റിക് ലോബ് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. അത് ഈ 4 എണ്ണത്തിനെയും കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്നതാണ് കോർപ്പറ. കോർപ്പറ എന്ന വാക്കിനർത്ഥം ബോഡി എന്നാണ്. കോഡ്രി മീൻസ് എന്താണ്, ഫോർ ബോഡീസ് എന്നുള്ള മീനിങ് ആണ്. അതാണ് കോർപ്പറ, കോഡ്രി, ജമൈന എന്ന് പറയുമ്പോൾ 4 ഒപ്റ്റിക് ലോബ്സിനെ കൂടി ചേർത്ത് പറയുന്ന ഒരു വാക്കാണ്. ഇനി ഈ ഒപ്റ്റിക് ലോബിന്റെ ആന്റീരിയർ 4 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണത്തിനെ ആന്റീരിയർ പെയർ എന്ന് പറയുന്നു. അതിന് നമ്മൾ സുപ്പീരിയർ കാൽക്കുലി എന്നും 2 എണ്ണത്തിനെ പോസ്റ്റീരിയർ ലോബ് എന്നും പറയുന്നു. അതിനെ ഇൻഫീരിയർ കോലിക്കുലി എന്നാണ് പറയുന്നത്. സുപ്പീരിയർ കോലിക്കുലിയും ആൻഡ് ഇൻഫീരിയർ കോലിക്കുലിയും. ഇതെല്ലാം ആക്ച്വലി 4 ഒപ്റ്റിക് ലോബ്സിന്റെ പേരാണ്. ഒപ്റ്റിക് ലോബ്സിനെ ഒരുമിച്ച് കോർപ്പറ, കോഡ്രി, ജമൈന എന്ന് പറയുന്നു. സുപ്പീരിയർ ലോബ്സ് ആർ കോൾഡ് ആന്റീരിയർ ലോബ്സ് ആർ കോൾഡ് സുപ്പീരിയർ കോലിക്കുലി ആൻഡ് പോസ്റ്റീരിയർ ലോബ്സ് ആർ കോൾഡ് ഇൻഫീരിയർ കോലിക്കുലി എന്നും പറയുന്നു. ഇനി ഈ ഒപ്റ്റിക് ലോബ്സിന്റെ ഒപ്റ്റിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സൈറ്റ്. അതുകൊണ്ട് സുപ്പീരിയർ കോലിക്കുലി ആർ അസോസിയേറ്റഡ് വിത്ത് സൈറ്റ്, while inferior coliculi are concerned with hearing. ഒരെണ്ണം സൈറ്റ് ആയിട്ടും ഒരെണ്ണം കാഴ്ചയ്ക്കും ഒരെണ്ണം ഹിയറിങ്ങിനും വേണ്ടിയുള്ളതാണ്. ഇനി മറ്റൊന്ന് മിഡ് ബ്രെയിനിന്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ട്.
ആ ക്യാവിറ്റീനെ വിളിക്കുന്നവയാണ് ഐറ്റർ. ഇവിടെ എവിടെയെങ്കിലും ഐറ്റർ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഐറ്റർ എന്ന് പറയുന്ന ക്യാവിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കാണിച്ചു തന്നിരുന്നതാണ്. ഐറ്റർ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ ഒരു പിക്ചർ ഇവിടെ ഉണ്ട്. മിഡ് ബ്രെയിൻ്റെ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിനിന്റെ കാണിക്കുന്ന ഒരു ക്യാവിറ്റിയുടെ പിക്ചർ ഇവിടെ കാണിച്ചു തരാം. നോക്കട്ടെ, അത് പോയാ ക്യാവിറ്റിയുടെ ഒരു പിക്ചർ ഉണ്ടായിരുന്നല്ലോ. മിഡ് ബ്രെയിൻ ഇവിടെ ഐറ്റർ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഐറ്റർ ഇതിന്റെ അകത്ത് കാണാനില്ല ഐറ്റർ. വേറെ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു പിക്ചറേയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിൽ ക്ലിയർ ആയിട്ട് ഐറ്റർ എന്ന് പറയുന്ന പോർഷൻ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഏതാ ഇവിടെയുണ്ട് ഐറ്റർ എന്ന് പറയുന്നത്. ഇതാണ് തേർഡ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ അക്യൂഡക്ടസ് സിൽവിയസ് അഥവാ ഐറ്റർ. ഇതാണ് അക്യൂഡക്ടസ് സിൽവിയസ് അഥവാ ഐറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഒപ്റ്റിക് തലാമിന്ന് താഴോട്ട് പോകുന്ന. ദിസ് ഈസ് നോൺ ആസ് ഐറ്റർ ഓർ അക്യൂഡക്ടസ് സിൽവിയസ് എന്ന് പറയുന്നത്. ഇതാണ് തേർഡ് വെൻട്രിക്കിളിന് ഈ ഭാഗത്താണ് ഒപ്റ്റിക് ലോബ്സിന്റെ ഇതും വരുന്നത്. ഇനി അടുത്തത് നമ്മൾ അടുത്ത റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മിഡ് ബ്രെയിനിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മിഡ് ബ്രെയിനിൽ വരുന്നത് 4 ഒപ്റ്റിക് ലോബ്സ് ആണ്. അതിൻ്റെ ഉള്ളിലെ ക്യാവിറ്റീനെ ഐറ്റർ എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് മിഡ് ബ്രെയിനിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മിഡ് ബ്രെയിനിന്റെ ഈ ഫ്ലോർ എന്ന് പറയുന്ന ഭാഗത്ത് 2 നെർവ്സ് പരസ്പരം ക്രോസ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്രൂര സെറിബ്രി. ക്രൂര സെറിബ്രി എന്നാണ് ഈ ഒപ്റ്റിക് ലോബിന് താഴെയുള്ള ക്രോസിംഗ് ഓഫ് നെർവ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ പിക്ചർ നിങ്ങൾ നോക്കിയാൽ അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ക്രൂര സെറിബ്രി എന്ന് പറയുന്ന ഈ 2 ഭാഗത്തും ഈ ഭാഗത്തെയാണ് ഇതാണ് ഒപ്റ്റിക് ലോബ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഭാഗത്താണ് ക്രൂര സെറിബ്രി എന്ന് പറഞ്ഞ ഈ ഒരു ക്രോസിംഗ് കാണുന്നത്. ഇനി അടുത്തത് ഒപ്റ്റിക് ലോബ്സ് എടുക്കുക. ക്രൂര സെറിബ്രിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് മസിൽ ഫൈബേഴ്സിന്റെ ആക്ടിവിറ്റിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ബേസിക്കലി ക്രൂര സെറിബ്രി എന്ന് പറയുന്നത്. ഇത്രയാണ് മിഡ് ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ. ഇനി മിഡ് ബ്രെയിൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത പോർഷനിലോട്ട് പോകുന്നത് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ പാർട്ടിലാണ്. നമ്മൾ ഹൈൻഡ് ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഹൈൻഡ് ബ്രെയിനിൽ എന്തെല്ലാം പോർഷൻ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി ഹൈൻഡ് ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സെറിബെല്ലം എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ദെൻ മെഡുല ഒബ്ലാങ്കേറ്റ അല്ലെങ്കിൽ മൈലെൻസെഫലോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൂടിയുണ്ട്, അല്ലെങ്കിൽ മെഡുല ഒബ്ലാങ്കേറ്റ. 2 പോർഷൻ ആണ് പ്രധാനമായിട്ടും ഹൈൻഡ് ബ്രെയിൻ അഥവാ റോംബെൻസെഫലോൺ എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്നത്. ഇതിന്റെ ഓരോ പോർഷനും നമുക്ക് എടുത്ത് നോക്കാം. ഒന്ന് സെറിബെല്ലം എന്ന് പറയുന്നതാണ്. നമ്മൾ സെറിബെല്ലത്തിന്റെ ഒരു പിക്ചർ ആദ്യം തന്നെ കാണിച്ചു തരാം. എങ്ങനെയാണ് സെറിബെല്ലം ഇരിക്കുന്നത് നിങ്ങൾ നോക്കുക. സെറിബെല്ലം എടുത്തു കഴിഞ്ഞാൽ സെറിബെല്ലത്തിന് വെർമിസ് എന്ന് പറഞ്ഞ ഒരു മീഡിയൻ പോർഷൻ ഉണ്ട്. ഫ്ലോക്കുലാർ ലോബ്സ് എന്ന് പറയുന്ന 2 സൈഡ് ലോബ്സ് ഉണ്ട്. അത് ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മെഡുല ഒബ്ലാങ്കേറ്റ അല്ല, ഇവിടെ ഒരു റാബിറ്റിന്റെ ബ്രെയിനിന്റെ ഫസ്റ്റ് പിക്ചർ ആണ്. ഇവിടെ നോക്കാം. ഇതാണ് സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗം. ഇതിന്റെ ഈ സെന്റർ പോർഷനെ നമ്മൾ ഫ്ലോക്കുലസ് എന്നാ പറയുന്നത്. ഉണ്ടോ? ഈ 2 സൈഡിലുള്ളതിനെ ഫ്ലോക്കുലാർ അല്ല, സെൻട്രൽ ലോബിനെ ഫെർമിസ് എന്നും 2 സൈഡിലുള്ളതിനെ ഫ്ലോക്കുലാർ ലോബ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിന്ന് ഈ സെറിബെല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സ്മൂത്ത്. സെറിബ്രൽ ഹെമിസ്ഫിയർ പോലെ അല്ല, അത് കുറച്ചും കൂടി റിങ്കിൾഡ് ആണ്. ഫറോസ് ഒക്കെ ഉണ്ട്, ചുളിവുകളെല്ലാം ഉണ്ട്. The purpose of this furrows and wrinkles is to increase the surface area. സർഫസ് ഏരിയ കൂട്ടാനുള്ള ഒരു സംവിധാനമാണ്. അതിനാണ് സെറിബെല്ലത്തിൽ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. സെറിബെല്ലത്തിന്റെ ഫംഗ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രെയിൻ കഴിഞ്ഞു. ഈ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ വെർമിസ് എന്ന് പറഞ്ഞ സെൻട്രൽ ലോബ് ഉണ്ട്, 2 സൈഡിലായിട്ട് ഫ്ലോക്കുലാർ ലോബ്സ് ഉണ്ട്.
അതുപോലെ ഞാൻ പറഞ്ഞു സർഫസ് ഓഫ് സെറിബെല്ലം ഈസ് ബ്രൗൺ ഔട്ട് ഇൻ നമ്പർ ഓഫ് ഫോൾഡ്. പർപ്പസ് ഈസ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഗ്രേ മാറ്റർ. സെറിബെല്ലത്തിന്റെ ഒരു പ്രത്യേകത, സെറിബെല്ലത്തിനകത്ത് ക്യാവിറ്റി ഒന്നുമില്ല. നമ്മള് സെറിബ്രം എടുത്തപ്പോൾ സെറിബ്രത്തിന്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ട്, അതിന്റെ ലാറ്ററൽ വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ക്യാവിറ്റി സെറിബെല്ലത്തിനകത്തില്ല. ഇനി മറ്റൊരു കാര്യം, സെറിബെല്ലത്തിന്റെ ഫങ്ഷൻ, മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെറിബെല്ലം ഈസ് മെയിൻറ്റെയിനിങ് ഇക്വിലിബ്രിയം. നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ താഴെ വീഴാതെ നമ്മൾ ബാലൻസിലാണ് നമ്മൾ പോകുന്നത്. ഈ ബോഡി ബാലൻസിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബേസിക്കലി എന്താണ് സെറിബെല്ലമാണ്. ദെൻ വളണ്ടറി മസ്കുലർ മൂവ്മെന്റ്സ്, നമുക്ക് നടക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്നത് സെറിബെല്ലത്തിൽ നിന്ന് വരുന്ന മെസ്സേജാണ്. അപ്പൊ വളണ്ടറി, പർപ്പസ്ഫുൾ ആയിട്ട് ബോധപൂർവമായിട്ട് നമ്മൾ ചെയ്യുന്ന മസ്കുലർ മൂവ്മെന്റ്സ്, നമ്മൾ നടക്കുക അല്ലെങ്കിൽ നമ്മൾ കൈ ചലിപ്പിച്ച് എന്തെങ്കിലും ചെയ്യുക, ഇതെല്ലാം വളണ്ടറിയാണ്. അറിയാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള മസ്കുലർ ആക്ടിവിറ്റീസിനെയൊക്കെ സെറിബെല്ലമാണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ വെൻട്രൽ സർഫസ് ഓഫ് ദി സെറിബെല്ലം, അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ട്രാൻസ്വേഴ്സ് ബാൻഡ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. അതാണ് ഈ റൈറ്റ് സെറിബെല്ലത്തിനെയും ലെഫ്റ്റ് സെറിബെല്ലത്തിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത്. അങ്ങനെ റൈറ്റ് ഹാഫ് ഓഫ് സെറിബെല്ലവും ലെഫ്റ്റ് ഹാഫ് ഓഫ് സെറിബെല്ലവും പരസ്പരം കണക്ട് ചെയ്യുന്ന ഈ ലോബ്സിനെ വിളിക്കുന്ന പേരാണ് പോൺസ് വരോളി. പോൺസ് വരോളി, ഇത് പോൺസ് വരോളിയുടെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. പോൺസ് വരോളി ഇവിടെ കണ്ടോ, ഇതാണ് പോൺസ് വരോളി എന്ന് പറഞ്ഞ സ്ട്രക്ചർ. സെറിബെല്ലത്തിന്റെ റൈറ്റിനെയും ലെഫ്റ്റ് ഹാഫിനെയും പരസ്പരം കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് പോൺസ് വരോളി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, ഇത്രയാണ് സെറിബെല്ലത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. സെറിബെല്ലം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി ബ്രെയിനിലുള്ള 4 വെൻട്രിക്കിൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതായത് റൈനോസീൽ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. ഓൾഫാക്ടറി ലോബിലുള്ള ക്യാവിറ്റീനെ നമ്മൾ റൈനോസീൽ എന്നാണ് പറയുന്നത്. അതുപോലെ ഡയൻസെഫലുള്ള ഒരു ക്യാവിറ്റി ഉണ്ട്, അതിന്റെ 3rd വെൻട്രിക്കിൾ അഥവാ ഡയാസീൽ എന്ന് പറയുന്നു. സെറിബ്രൽ ഹെമിസ്ഫിയറിലുള്ള ക്യാവിറ്റീനെ നമ്മൾ ലാറ്ററൽ വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ മിഡ് ബ്രെയിനിലുള്ള ക്യാവിറ്റീനെ ഐറ്റർ അഥവാ അക്യോഡക്റ്റ് ഓഫ് സിൽവിയസ് എന്നാണ് പറയുന്നത്. മിഡിൽ ഒബ്ലാങ്കറ്റിലുള്ള ക്യാവിറ്റീനെ 4th വെൻട്രിക്കിൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഇതൊക്കെയാണ് 4 ഡിഫറെന്റ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ലാറ്ററൽ വെൻട്രിക്കിൾസ് വരുന്നുണ്ട്, ഇത് സെറിബ്രത്തിലാണ് വരുന്നത്. ഈ 3rd വെൻട്രിക്കിൾ ഡയൻസെഫലോണിലാണ് വരുന്നത്. ഈ രണ്ടിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഫൊറാമൻ ഓഫ് വൺട്രൂ എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്നത് അക്യൂഡക്റ്റ് ഓഫ് സിൽവിയസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ് ബ്രെയിനിൽ വരുന്ന ക്യാവിറ്റിയാണ്. ഈ പറയുന്ന ക്യാവിറ്റി എന്ന് പറയുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയിൽ വരുന്ന ക്യാവിറ്റിയാണ്. അതിനെ 4th വെൻട്രിക്കിൾ എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇത്രയാണ് നമ്മള് മെഡുല ഹൈൻ ബ്രെയിൻ എടുത്താലും ഹൈൻ ബ്രെയിന്റെ പോർഷൻസ് എടുത്താലും ഇത്രയും കൊണ്ട് നമ്മളെ ബ്രെയിനിന്റെ ഡിഫറൻസ്. ഇനി നമുക്ക് ഉള്ളത് സ്പൈനൽ കോഡ് എന്ന് പറയുന്ന ഭാഗമാണ്. സ്പൈനൽ കോഡിൽ എന്തെല്ലാം ഉണ്ട്? പ്രധാനമായിട്ടും സ്പൈനൽ കോഡിൽ 2 രീതിയിലുള്ള നെർവ്സ് ആണ്. സ്പൈനൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ സ്പൈനൽ കോഡിൽ ബേസിക്കലി സ്പൈനൽ നെർവ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്പൈനൽ കോഡിന്റെ പ്രത്യേകത ബ്രെയിനിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ മെഡുല ഒബ്ലാങ്കേറ്റയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സ്പൈനൽ കോഡ് വരുന്നത്. സ്പൈനൽ കോഡിന്റെ ഒരു പോർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന് ഒരു ഡോർസൽ സർഫസ് ഉണ്ട്, പിന്നെ അതുപോലെ ഒരു വെൻട്രൽ സർഫസ് ഉണ്ട്. ഇവിടെ സ്പൈനൽ കോഡിന്റെ ഒരു പിക്ചർ ഉണ്ട്. ഇതാണ് സ്പൈനൽ കോഡ്. ഇതിന്റെ ഡോർസൽ സർഫസ് ഇങ്ങനെയാണ്. അവിടെ നടുക്ക് ഒരു ചെറിയൊരു ഫിഷർ ഉണ്ട്, ഒരു കുഴി പോലെ തന്നെ. അതിനെ ഡോർസൽ ഫിഷർ എന്ന് പറയുന്നു. അതുപോലെ വെൻട്രൽ സർഫസിലും ഒരു ചെറിയൊരു കുഴി പോലത്തെ ഫറോണ്ട്, അതിനെ വെൻട്രൽ ഫിഷർ എന്നാണ് പറയുന്നത്. ഒരു വിടവ് അല്ലെങ്കിൽ ഗ്യാപ്പ് പോലത്തെ ഒരു ഭാഗമുണ്ട്. ദാറ്റ് ഈസ് ഡോർസൽ ഫിഷർ. ഫിഷർ എന്ന വാക്കിനർത്ഥം ഗ്യാപ്പ് എന്നാണ്. ഡോർസൽ സൈഡിൽ there is a gap, it is known as a dorsal fissure, and ventral side there is also a gap, that is known as a ventral. ഇതാണ് നമ്മളെ സ്പൈനൽ കോഡിന്റെ ഒരു ഏകദേശ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഇനി സ്പൈനൽ കോഡിന്റെ കേസിൽ നടുക്കൊരു ക്യാവിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് സെൻട്രൽ ക്യാവിറ്റി. ഇതിന്റെ സെൻട്രൽ ഉണ്ടാകും. ഇവിടെ നടുക്കൊരു ക്യാവിറ്റി കാണാൻ പറ്റും. ഈ ക്യാവിറ്റി എന്ന് പറയുന്നത്, ഈ ക്യാവിറ്റിയിൽ കൂടി കടന്നു പോകുന്നത് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്ന ബ്രെയിനിന്റെ പോർഷനിൽ നിന്ന് വരുന്ന ബ്രെയിനിലുള്ള വെൻട്രിക്കിൾസിലുള്ള അതേ ഫ്ലൂയിഡ് തന്നെയാണ് ഈ സെൻട്രൽ കനാലിൽ കൂടി പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനകത്ത് വേറൊരു ഫ്ലൂയിഡ് നമുക്ക് കൃത്യമായി ഇല്ല. ദ സെയിം ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഗോയിങ് ത്രൂ ദ ബ്രെയിൻ ഈസ് ഓൾസോ പ്രസന്റ് ഇൻ ദ സ്പൈനൽ കോഡ്. ഇനി സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഒരു ഗ്രേ മാറ്റർ. ഇവിടെ ഈ രീതിയിൽ കാണിച്ചിരിക്കുന്നത് ഗ്രേ മാറ്റർ ആണ്. അതിന് ഇവിടെ കാണിച്ചിരിക്കുന്നത് വൈറ്റ് മാറ്റർ. രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ്. ഒരെണ്ണം ഇത്തിരി വൈറ്റ് കളറിലായതുകൊണ്ട് അതിന്റെ വൈറ്റ് മാറ്ററിന് അതിലെ രീതിയിൽ ഈ ഒരു എക്സ് പോലെ ഒരു പാറ്റേണിൽ കിടക്കുന്ന അതിനെ ഗ്രേ മാറ്റർ എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് സ്പൈനൽ കോഡിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇപ്പൊ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് പെരിഫറൽ നെർവ് സിസ്റ്റം. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് റീജിയൻസ് ആണ് വരുന്നത്. ഒരെണ്ണം ബ്രെയിൻ എന്ന് പറയുന്ന റീജിയനും മറ്റൊരെണ്ണം സ്പൈനൽ കോഡ് എന്ന് പറയുന്ന റീജിയനും. സ്പൈനൽ കോഡിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബ്രെയിനിലാണ് കൂടുതലായിട്ടുള്ള പോർഷൻസ് വരുന്നത്. ബ്രെയിനിൽ ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻ ബ്രെയിൻ ഉണ്ട്. ഫോർ ബ്രെയിനിൽ ഏതെല്ലാം പോർഷൻസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. പ്രധാനമായിട്ട് സെറിബ്രമാണ്. മിഡ് ബ്രെയിൻ എടുത്താൽ പ്രധാനമായിട്ടും ഒപ്റ്റിക് ലോബ്സ് ആണ്. ഹൈനിലെ ബ്രെയിൻ എടുത്താൽ പ്രധാനമായിട്ടും വരുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ദെൻ കംസ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഇനി നമ്മൾ അടുത്ത നെർവസ് സിസ്റ്റത്തിലേക്ക് പോവുക. അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ തുടക്കത്തില് 3 ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റത്തെ കുറിച്ച്, സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ദെൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇതിന് 3 ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റം പറഞ്ഞു. അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് ഏകദേശമായി. നെക്സ്റ്റ് ഈസ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 ടൈപ്പ് ഓഫ് നെർവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ബ്രെയിനിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കുറെ നെർവ്സ് ഉണ്ട്, വിച്ച് വി കോൾ ആസ് എ ക്രേനിയൽ നെർവ്സ്. നെർവ്സ് കമ്മിങ് ഔട്ട് ഫ്രം ദ ബ്രെയിൻ ആർ കോൾഡ് ക്രേനിയൽ നെർവ്സ്. അത് ഏതാണ്ട് 12 പെയർ ഉണ്ട്. റാബിറ്റിന്റെ കേസിൽ 12 പെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് 2 പെയർ ഫിഷസിലും ആംഫീബിയൻസിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പക്ഷെ 2 അഡീഷണൽ പെയർ, അതിന്റെ പേര് സ്പൈനൽ ആക്സസറി നെർവ് എന്നും ഹൈപ്പോഗ്ലോസൻ എന്ന് പറയുന്ന നെർവ്. ഇത് രണ്ടും റാബിറ്റിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിഷസിലും ആംഫീബിയിലൊക്കെ 10 എണ്ണമാണ് കാണുന്നതെങ്കിൽ ഇവിടെ 12 എണ്ണം കാണുന്നുണ്ട്. അതുകൂടാതെ ഫേഷ്യൽ അതിന് എന്താ the facial cranial nerves in mammal that likes ophthalmic, buccal and അതിന് 3 ബ്രാഞ്ചിങ് ഉണ്ട് സാധാരണഗതിയിൽ. ആ ബ്രാഞ്ചിങ് റാബിറ്റിന്റെ ഈ ഫേഷ്യൽ നെർവ് 7th ക്രേനിയൽ നെർവിൽ കാണാറില്ല. ഇത്രയാണ് ഒരു ക്രേനിയൽ നെർവ്സിന്റെ ഒരു ഫീച്ചർ. ക്രേനിയൽ ഇവിടെ നിങ്ങൾക്ക് ബ്രെയിനിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് നെർവ്സിന്റെ പേരുണ്ട്. എല്ലാ ക്രേനിയൽ നെർവ്സിന്റെ പേരുണ്ട്. ഇതിന്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ചില എൻട്രൻസ് പോലുള്ള പരീക്ഷകൾക്ക് ഇങ്ങനത്തെ കുനിഷ്ട പിടിച്ച ചോദ്യങ്ങളൊക്കെയാണ് അവർക്ക് ഇഷ്ടം ചോദിക്കാനായിട്ട്. അവിടെ ചോദിക്കുക ഏതൊക്കെയാണ് ക്രേനിയൽ നെർവ്, ഫസ്റ്റ് ക്രേനിയൽ നെർവ് ഏത്, സെക്കൻഡ് ക്രേനിയൽ നെർവ് ഏത്, അങ്ങനെയാണ്. അപ്പൊ അതിന്റെ പേരുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിക്കാം. അതുപോലെ സ്പൈനൽ നെർവ് എടുത്തു കഴിഞ്ഞാൽ 37 പെയറാണ്. ഈ 37 പെയറിനെ നമ്മൾ 5 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെർവിക്കൽ റീജിയനിൽ 8 പെയർ, തൊറാസിക് റീജിയനിൽ 12 പെയർ, ലുംബാർ റീജിയനിൽ 7 പെയർ, സാക്രൽ റീജിയനിൽ 4 പെയർസ്, കോഡൽ റീജിയനിൽ 6 പെയർസ്. അങ്ങനെ ടോട്ടൽ 37 പെയർസ് ആണ് സ്പൈനൽ നെർവ്സിൽ നമ്മൾ കാണുന്നത്. ഇനി സ്പൈനൽ നെർവ്സ് എടുത്തു കഴിഞ്ഞാൽ അത് 2 രീതിയിലാണ് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അത് നമ്മൾ 2 രീതിയിൽ, അത് 2 ബ്രാഞ്ച് വഴിയാണ്. ഒരെണ്ണം ഡോർസൽ സൈഡിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരുന്നു, ഒരെണ്ണം വെൻട്രൽ സൈഡിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരുന്നു. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്തിട്ടാണ് ഒരു സ്പൈനൽ നെർവ് വരുന്നത്. അതായത് ഒരു വയറ് തന്നെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പൈനൽ കോഡിന്റെ
ഡോർസൽ സൈഡിലും വെൻട്രൽ സൈഡിലും വന്ന് അറ്റാച്ച് ചെയ്യുന്ന പോലെയാണ്. ഡോർസൽ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നതിന് ഡോർസൽ റൂട്ട് എന്നും വെൻട്രൽ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വെൻട്രൽ റൂട്ടും എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ സ്പൈനൽ നെർവ്സിന്റെ എല്ലാത്തിന്റെയും ഫങ്ഷൻ ദർ ഓൾ സെൻസറി നെർവ്സ്. നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഈ സ്പൈനൽ കോഡിന്റെ സെൻസറി നെർവ്സ് പോയിട്ടുണ്ട്. ഈ സെൻസറി നെർവ്സിനാണ് നമ്മുടെ ബോഡിയുടെ വേരിയസ് ഫങ്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ പെരിഫറൽ റീജിയൻ, എക്സ്റ്റേണൽ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ടൊക്കെ ഈ നെർവ്സ് പോകുന്നത് കൊണ്ടാണ് ഈ സ്പൈനൽ നെർവ്സിനെയും ഈ ക്രാനിയൽ നെർവ്സിനെയും നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന വാക്കുകൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് പെരിഫറൽ നെർവസ് സിസ്റ്റം എടുത്താൽ രണ്ട് ടൈപ്പാണ്. 12 ക്രൈനിയൽ നെർവ്സും 37 സ്പൈനൽ നെർവ്സും കൂടി ചേർന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഓട്ടോണോമിക് നേരത്തെ ഞാൻ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഡയൻസെഫലോൺ പറഞ്ഞപ്പോൾ ഡയൻസെഫലോൺ ആണ് ദ സെന്റർ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നൊരു വാചകം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും കുറച്ചു നേരമെങ്കിലും. അപ്പോ നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോണോമിക് മെയിൻലി ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, നമ്മുടെ ഗ്ലാൻസിന്റെ ഒക്കെ പ്രവർത്തനം, ഗ്ലാൻസ് ഒക്കെ അറിയാതെ നമ്മൾ പറയാതെ തന്നെ അതൊക്കെ സെക്രീറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുക. അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഈസ് നോൺ ആസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതർ ഈസ് നോൺ ആസ് എ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നിങ്ങൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയും കാണിക്കുന്ന ഒരു ഡയഗ്രാം. നമ്മൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ there is a pair of ganglionated എന്ന വാക്കിനർത്ഥം ഗാംഗ്ലിയോൺ ഉള്ള nerves or cord which arise from brain and pass out of the cranium through carotid nerves and extend from the neck to the end of the abdomen at the lateral side of the vertebral column and enter the tail as a fine. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഇരുവശത്തുമായിട്ട് രണ്ട് നെർവ് ബ്രെയിനിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ നെർവ്സ് സ്പൈനൽ കോഡിന്റെ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ബേസിക്കലി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നവരുണ്ട്. റാബിറ്റിന്റെ കേസിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം 3 ഗാംഗ്ലിയ in the neck region, 10 ganglia in the thoracic region, 6 ganglia in the lumbar region and 4 in the sacral region and 1 in the caudal region. അതായത് റാബിറ്റിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എടുത്താൽ 24 ഗാംഗ്ലിയ ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ ഇരുവശത്തുമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടായിട്ടുണ്ട്. അതൊരു ഇതാണ് ഇപ്പൊ ഈ നിങ്ങൾ കാണുന്ന പോലെ ഒരു ട്യൂബ് ഈ കാണുന്നത് ഈ കാണിച്ചിരിക്കുന്നത് കണ്ട കുറെ ഗാംഗ്ലിയാണ്. എത്ര ഗാംഗ്ലിയോൺ? ഇങ്ങനെ 24 ഗാംഗ്ലിയോണുണ്ട്. ഈ 24 ഗാംഗ്ലിയോൺ കൂടിച്ചേർന്നിട്ടാണ് പ്രധാനമായും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കേസിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഇന്നർവേറ്റിംഗ് സപ്ലൈങ് ഹാർട്ട് ഗ്ലാൻസ് ആൻഡ് വിസറൽ ഗ്ലാൻസിനൊക്കെ സപ്ലൈ ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഉള്ള മറ്റൊന്നാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പേര് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായും തേർഡ്, 7th, 9th cranial nerve അതാണ് ആൻഡ് 2nd, 3rd and 4th sacral. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രധാനമായിട്ടും ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ നെർവ്സ് ഗാംഗ്ലിയാണ്. ഹെഡിന്റെ നെക്ക് റീജിയനിലും സാക്രൽ റീജിയൻസിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത് പാരാസിമ്പത്തറ്റിക് എന്താണ് നെർവ്സിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്
ദേ സപ്ലൈ ബ്ലാഡർ, കിഡ്നി, റെക്ടം, ഗൊണാഡ്സ്. ഈ ഭാഗത്തോട്ടൊക്കെ നെർവ് സപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ട് കൺട്രോൾ ചെയ്യുന്നതെല്ലാം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇതാണ് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും ഒരു പ്രത്യേകത. അപ്പൊ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് പോർഷനും എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്രയും ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലും സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയാണ്. ഇത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയാണ്. അത് നോക്കണ്ട, ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഗാംഗ്ലിയാണ്. അത് ഏതെല്ലാം പാർട്ടിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സോളിഡ് ലൈൻസ് ആണ്. ഇതെല്ലാം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയാണ്. അതേസമയം ഈ ബ്രോക്കൺ ലൈൻ ഉണ്ട്, ഈ ലൈൻസ് കൊടുത്തിരിക്കുന്നതൊക്കെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയാണ്. ഇവിടെ ഈ ബ്രോക്കൺ ലൈൻസ് വരുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും ഈ സോളിഡ് ലൈൻസ് ആയിട്ട് വരുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും ഭാഗങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും ഭാഗങ്ങളും. ഇത് ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈപ്പ് സ്റ്റഡിയിൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമാണ്. നന്നായിട്ട് ശ്രദ്ധയോടെ പടങ്ങൾ വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാലേ അതെല്ലാം തലയിൽ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ കേൾക്കുന്ന പോലെ തന്നെ അതെങ്ങനെ പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്ന ഒരു ഭാഗമാണ് ഈ നെർവസ് സിസ്റ്റം പൊതുവെ. പ്രത്യേകിച്ച് ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങളേ ഉള്ളൂ.